Hello friends, welcome back to my channel Easy Accounting Hub. Make your study easy. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രി അല്ലെങ്കിൽ എങ്ങനെ ജേണലൈസ് ചെയ്യാം, വാട്ട് ഈസ് ജേണലൈസിങ്, ഹൗ ടു ജേണലൈസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ക്യാഷ് ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞു. ക്യാഷ് ട്രാൻസാക്ഷൻ മീൻസ് പേയ്മെൻറ്റും റെസിപ്റ്റും സെയിം ടൈമിൽ നടക്കുന്നു. അതായത് സോൾഡ് ഗൂഡ്സ് ഫോർ ക്യാഷ്, പെട്ടെന്ന് ക്യാഷ് കൊടുത്തു സെയിൽസ് നടക്കുന്നു. പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ്. പിന്നെ ഞാനവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞു. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മീൻസ് ദ പേയ്മെൻറ്റ് ഈസ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ റിസീപ്റ്റ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ആ ടൈമിൽ പേ ചെയ്യുന്നതോ റിസീവ് ചെയ്യുന്നതോ ഇല്ല, പകരം എൻ്റെ പേയ്മെൻറ്റ് ഓർ റിസീപ്റ്റ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ്. സോ അതിന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് എങ്ങനെ ജേണലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നോ അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എക്സാമ്പിൾ സെയിൽസ്, ക്യാഷ് സെയിൽസ്, അപ്പോൾ ക്യാഷ് വരുന്നു ബിസിനസ്സിൽ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ദെൻ ഇനിയൊരു പേയ്മെൻറ്റ്, സാലറി പേ ചെയ്യുന്നു, അപ്പോൾ സെയിം ടൈമിലാണല്ലോ പേ ചെയ്യുന്നത്. അപ്പോൾ എൻട്രി എങ്ങനെയായിരിക്കും? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. എപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് എപ്പോൾ ബിസിനസ്സിനുള്ളിലേക്ക് വരുന്നു, കമ്മീഷൻ റിസീവ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ, സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ബാങ്ക് ട്രാൻസാക്ഷൻസ്, ഹൗ ടു ജേണലൈസ് ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻസ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എവറി ബിസിനസ്, in each and every business it is very important to have a bank account because your all transaction you can do through bank. അത് റിസീവ് ചെയ്യാനും പേ ചെയ്യാനും ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാ ബിസിനസ്സിനും ഒരു കറണ്ട് അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോർമലി നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകോർപ്പറേഷൻ സമയത്ത് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടോട് ഓപ്പൺ ചെയ്യും, നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷൻസൊക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബാങ്ക് ഈസ് ആൻ അസെറ്റ്. ബാങ്ക് ഈസ് ആൻ അസെറ്റ് ബിക്കോസ് അതിലെ ബാലൻസ് ഫുള്ള് നമുക്കുള്ളതാണ്, നമുക്ക് കിട്ടാനുള്ളതാണ് അല്ലേ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് ഇറ്റ് ബിലോങ്സ് ടു അസ്. സോ അത് നമുക്കൊരു അസെറ്റാണ്. അപ്പോൾ ബാങ്ക് ഈസ് ആൻ അസെറ്റ് ആൻഡ് ഇറ്റ് ഈസ് an essential part of business because most of the payment and receipt through bank account. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബിസിനസ്സിനും ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ നോർമലി വരുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? പേയ്മെൻറ്റ് ബൈ ചെക്ക്, ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു കസ്റ്റമറിന് നമ്മളൊരു വലിയ എമൗണ്ടിനൊരു സെയിൽസ്, ഒരു 1 lakh സെയിൽസ് നടന്നു. അപ്പോൾ ഇതിൻ്റെ ക്യാഷ് ഒരു ചെക്കിൽ എഴുതി എളുപ്പമായിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം അല്ലേ. പക്ഷേ ഈ 1 lakh അവിടെ പോയി കളക്ട് ചെയ്ത് നമ്മുടെ ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ്, അത് എത്ര സമയം എടുക്കും? അപ്പോൾ ഏറ്റവും എളുപ്പം ഇങ്ങനെ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ, അത് വളരെ വളരെ എളുപ്പമാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ. അപ്പോൾ എല്ലാ ബിസിനസ്സിനും ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സിൻ്റെ നമുക്ക് ചെക്ക് കിട്ടും, അത് ബാങ്ക് വഴി ക്ലിയർ ചെയ്യാം. വിഡ്രോവൽ ക്യാഷ് ഫോർ ഓഫീസ് പർപ്പസ് ആൻഡ് ഡെപ്പോസിറ്റ് ക്യാഷ് ഓൾസോ. വിഡ്രോവൽ ക്യാഷ് ഫോർ ഓഫീസ് പർപ്പസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫോർ പേഴ്സണൽ പർപ്പസ് ഓൾസോ, ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. ഓക്കെ, ദെൻ ബാങ്ക് ചാർജസ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷനിൽ ജേണലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബൈ ചെക്ക് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, വിഡ്രോവൽ ഓഫ് ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ്, ദെൻ ബാങ്ക് ചാർജസ്, etc. Okay, so let's see how to journalize bank transactions. So bank is an asset. Okay, asset increase ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻക്രീസ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് ഡിക്രീസ് ചെയ്യുമ്പോൾ, ക്യാഷ് പേ ചെയ്യുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാനും പറഞ്ഞു. സെയിം അതുപോലെ തന്നെ ബാങ്ക് ഇൻക്രീസ് ആകുമ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക, ബാങ്ക് ഡിക്രീസ് ആകുമ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. സെയിം ക്യാഷും ബാങ്കും അസറ്റാണ്. അപ്പോൾ അസറ്റുകൾക്ക് ഒരേ തിയറി തന്നെ. അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ജേണൽ എൻട്രി നോക്കാം നമ്മൾക്ക്. ഓക്കെ, Jan 1st ക്യാഷ് ഡെപ്പോസിറ്റഡ് ഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ആസ് ക്യാപിറ്റൽ. അപ്പോൾ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 50,000 കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ആസ് എസ് ക്യാപിറ്റൽ.
അപ്പോൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്തായി? ബാങ്ക് ഇൻക്രീസ് ആയി അല്ലേ? അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ? അല്ലെ ക്യാഷ് ഓർ ബാങ്ക് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആ ക്യാപിറ്റൽ അത് ഓണറിൻ്റെ ക്യാപിറ്റലായിട്ടാണ് കൊണ്ടുവന്നത് ആ 50,000. അപ്പോൾ നമുക്കത് ജേണലൈസ് ചെയ്യാം. Jan 1st ബാങ്ക് ഇൻക്രീസ് ആയി, ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. ഇത് ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്, അതിനെ ക്രെഡിറ്റ് ചെയ്യുക. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് എൻട്രി. Bank account debit to capital. Then second entry. So 50,000 debit amount and credit amount also 50,000 Jan 1st. The first entry finished. Second one, check deposited from savings account as capital rupees 1 lakh. അതായത് സേവിങ്സ് അക്കൗണ്ടിൽ കിടന്ന പൈസ ചെക്കായിട്ട് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോഴും ബാങ്ക് ഇൻക്രീസ് ആയില്ലേ? സോ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ ബാങ്ക് എപ്പോൾ ഇൻക്രീസ് ചെയ്താലും ബാങ്കിനെ അങ്ങ് ഡെബിറ്റ് ചെയ്യുക. വളരെ ഈസിയാണ്. ബാങ്ക് എപ്പോൾ ഇൻക്രീസ് ആയാലും ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. ബാങ്ക് ഡിക്രീസ് ആകുമ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് ഇൻക്രീസ് ആകുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് ഡിക്രീസ് ആകുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി തേർഡ് എൻട്രി, വിഡ്രോൺ ഫ്രം ബാങ്ക്. അതായത് ബാങ്കിൽ നിന്ന് ഒരു 3,000 rupees വിഡ്രോ ചെയ്തിരിക്കുന്നു. വിഡ്രോ ചെയ്ത് ഇറ്റ് ഇസ് ഫോർ ഓഫീസ് യൂസ്, ഓഫീസിലെ യൂസിന് വേണ്ടി നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു 3,000 വിഡ്രോ ചെയ്തിരിക്കുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടുന്നു, ബാങ്ക് ക്യാഷ് കൂടുന്നു അല്ലേ? ബാങ്ക് കുറയുന്നു, ബാങ്കിലെ പൈസ കുറയുന്നു, ബാങ്കിലെ ബാലൻസ് കുറയുന്നു. അപ്പോൾ ബാങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് ഡിക്രീസ് ആകുമ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ അവിടെ ഇൻക്രീസ് ആവുന്നത് എന്താ? ക്യാഷ് ഇൻക്രീസ് ആവുന്നുണ്ട്. കാരണം ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നമ്മുടെ ക്യാഷിൻ്റെ കൂടെ നോക്കുമ്പോൾ ക്യാഷ് ഇൻക്രീസ് ആവുന്നു, പക്ഷേ ബാങ്ക് ഡിക്രീസ് ആവുന്നു. അപ്പോൾ ക്യാഷ് ഇൻക്രീസ് ആയപ്പോൾ ക്യാഷിനെ, അതല്ലെങ്കിൽ ക്യാഷ് ബാങ്കിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് വന്നപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് ഡിക്രീസ് ആയപ്പോൾ ബാങ്കിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ തേർഡ് എൻട്രി. അപ്പോൾ എമൗണ്ട് 3,000 ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് എമൗണ്ടും 3,000. ഇനി ഫോർത്ത് എൻട്രി, വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ പർപ്പസ്. ഓണറിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇത് കമ്പനിയുടെ ക്യാഷ് അക്കൗണ്ടിലോട്ട് വരുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഓണറിൻ്റെ പേഴ്സണൽ പർപ്പസിനാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻക്രീസ് ആകുന്നില്ല, പക്ഷേ ബാങ്ക് ഡിക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഓണർ എപ്പോഴും പേഴ്സണൽ ആവശ്യത്തിന് ക്യാഷോ ഗൂഡ്സോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ, അതിനെ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയും. ഡ്രോയിങ്സ് ഓണറിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്താൽ, ഓഫീസിൻ്റെ ആവശ്യത്തിന് വിഡ്രോ ചെയ്താൽ അത് നമ്മുടെ നോർമൽ ബിസിനസ് ട്രാൻസാക്ഷൻ, നോർമൽ എൻട്രി തന്നെയാണ് ക്യാഷ് ടു ബാങ്ക്. പക്ഷേ ഇത് ഓണറിൻ്റെ പേഴ്സണൽ പർപ്പസിനാണ് വിഡ്രോ ചെയ്തിരുന്നത് 4,000. അപ്പോൾ അതിനെ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇവിടെ ബാങ്ക് റെഡ്യൂസ് ആവുന്നു, സോ ടു ബാങ്ക് കുറയുന്നു. ഓക്കെ. ദെൻ പ്ലേസ്ഡ് FD ഫ്രം ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറേ ക്യാഷ് ഉണ്ട്, അത് വെറുതെ ഇട്ടിരുന്നാൽ നമുക്ക് പലിശയൊന്നും കിട്ടത്തില്ലല്ലോ. പക്ഷേ അക്കൗണ്ടിലോട്ട് FD ഇട്ടാൽ നമുക്ക് കുറച്ച് പലിശയൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മുടെ ബാങ്കിൽ കിടന്ന കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോട്ട് ഇട്ടു. അപ്പോൾ അവിടെ അസറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വരുന്നു, ബാങ്ക് റെഡ്യൂസ് ആവുന്നു, പക്ഷേ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് കൂടുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റ് അസറ്റ് അല്ലേ? അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് കുറയുന്നു ഇവിടെ, അതുകൊണ്ടാണ് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ. ദെൻ ഗൂഡ്സ് പർച്ചേസ്ഡ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഗൂഡ്സ് വാങ്ങിച്ചു എന്നിട്ട് ചെക്ക് കൊടുത്തു. അപ്പോൾ പർച്ചേസ് അല്ലേ നടന്നേ അവിടെ, അല്ലെ ഗൂഡ്സ്. നമുക്കിവിടെ ഗൂഡ്സ് അക്കൗണ്ട് ടു ബാങ്ക് എഴുതാൻ വേണമെങ്കിൽ, അല്ലെ പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്ക്, അല്ലെ സ്റ്റോക്ക് അക്കൗണ്ട് ടു ബാങ്ക്, എല്ലാം കറക്റ്റാണ്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് വരുന്നു ഇൻസൈഡിലേക്ക്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്ക്, ചെക്കല്ലേ കൊടുത്തത്, അപ്പോൾ ബാങ്കിൽ നിന്ന് ആ പൈസ വിഡ്രോ ആയി പോവും. അപ്പോൾ ടു ബാങ്ക്, ബാങ്കിന് ഇവിടെ റെഡ്യൂസ് ആയിട്ടുണ്ട്, അപ്പോൾ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഗൂഡ്സ് പർച്ചേസ്ഡ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്, purchases account debtor to bank. Then sold goods, amount received by check and check deposited into bank. സെയിൽസ് നടന്നു, നമുക്ക് ചെക്കാണ് കിട്ടിയത്. ആ ചെക്ക് സെയിം ഡേയിൽ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ₹5,000. അപ്പോൾ സാധാരണ ഒരു ചെക്ക് റിസീവ് ചെയ്യുന്ന ആ ഡേറ്റിൽ തന്നെ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ എല്ലാ കേസസിലും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്ത കേസിൽ നമ്മൾ ചെക്ക് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കും. എന്നിട്ട് നെക്സ്റ്റ് ഒരു വർക്കിംഗ് ഡേ വരുമ്പോഴായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിന് നമ്മൾ ചെക്ക് ഇൻ ഹാൻഡ് എന്ന് പറയും. ചെക്ക് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എൻട്രി ഇടുന്നത് ചെക്ക് ഇൻ ഹാൻഡ് എന്നുള്ള അക്കൗണ്ടിലോട്ടാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ പക്ഷേ ആ സെയിം ഡേയിൽ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഇൻക്രീസ് ആവത്തില്ലേ?
ദെൻ ബാങ്ക് അക്കൗണ്ട് ടു സെയിൽസ് വരും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. കാരണം ബാങ്ക് ഇൻക്രീസ് ആവുന്നു, നമ്മൾ ഗൂഡ്സ് സെല്ല് ചെയ്തു, അതിൻ്റെ ക്യാഷ് ചെക്കായിട്ട് കിട്ടി, ആ ചെക്ക് കൊണ്ടുപോയി ബാങ്കിലിട്ടു, അപ്പോൾ ബാങ്ക് ഇൻക്രീസ് ആയി, അപ്പോൾ ബാങ്ക് ടു സെയിൽസ്. നെക്സ്റ്റ് 17th, സോൾഡ് ഗുഡ്സ് ടു രാകേഷ് എഗൻസ്റ്റ് ചെക്ക് 10,000. അപ്പോൾ രാകേഷിന് സെല്ല് ചെയ്തു, എന്നിട്ട് നമുക്ക് 10,000 ചെക്ക് കിട്ടി. പക്ഷേ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തൊന്നും പറയുന്നില്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പകരം ചെക്ക് ഇൻ ഹാൻഡിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ചെക്ക് ഇൻ ഹാൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഓക്കെ, ദെൻ 18th, ചെക്ക് ഓഫ് രാകേഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. രാകേഷിൻ്റെ ചെക്ക് 18th കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഇട്ട് വെച്ചിരിക്കുന്ന ചെക്ക് ഇൻ ഹാൻഡിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ബാങ്കിൽ കൊണ്ടിടുമ്പോൾ ബാങ്ക് ഇൻക്രീസ് ആവും. അപ്പം ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിട്ട് ചെക്ക് ഇൻ ഹാൻഡിന് ക്രെഡിറ്റ് ചെയ്യണം. നോക്കി, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും വരുമ്പോൾ അതങ്ങ് 0 ആയി പോയിക്കോളും. അപ്പോൾ ചെക്ക് ഇൻ ഹാൻഡ് നോർമലി ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ ചെക്ക് ഇൻ ഹാൻഡിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെക്കുക. അത് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിട്ട് ചെക്ക് ഇൻ ഹാൻഡിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഈ ചെക്ക് ഇൻ ഹാൻഡ് ഡെബിറ്റും ചെക്ക് ഇൻ ഹാൻഡ് ക്രെഡിറ്റും വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. അപ്പോൾ നെറ്റ് എൻട്രി കണ്ടോ, ബാങ്ക് ടു സെയിൽസ് തന്നെ വരും. ഓക്കെ, ദെൻ ചെക്ക് ഓഫ് രാകേഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്ക് ടു ചെക്ക് ഇൻ ഹാൻഡ് എഴുതി. ദെൻ ചെക്ക് ഓഫ് രാകേഷ് ഡിസോണേഡ് എന്തോ ഒരു കാരണം കൊണ്ട് ആ ചെക്ക് സാങ്ഷൻ ആയില്ല, ആ പൈസ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നില്ല. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിട്ടപ്പോൾ നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു, പക്ഷേ ബാങ്കിൽ വന്നിട്ടില്ല. അപ്പം ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം, കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഇല്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ഈ എമൗണ്ട് വരുമെന്ന് വേണ്ടി ഡെബിറ്റ് ചെയ്ത് വെച്ചു, അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ രാകേഷ് അക്കൗണ്ട് ടു ബാങ്ക് എഴുതണം, കാരണം രാകേഷിന് നിന്ന് കിട്ടാനുള്ള പൈസയാണ് ബാങ്കിൽ വരാത്തത്. അപ്പോൾ രാകേഷ് അക്കൗണ്ട് ടു ബാങ്ക്, രാകേഷിനെ ഡെബിറ്റ് ചെയ്യണം, കാരണം രാകേഷിനെ നമുക്ക് കിട്ടാനുള്ള ക്യാഷാണ്. അപ്പോൾ രാകേഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ലാസ്റ്റ് വൺ, റിസീവ്ഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ് ഫ്രം രാകേഷ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ രാകേഷിൻ്റെ ചെക്ക് ഡിസോണർ ആയതുകൊണ്ട് രാകേഷിന് ഈ ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് തന്നു. അപ്പോൾ ഈ ബാങ്ക് ഡ്രാഫ്റ്റ് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു രാകേഷ്. വീണ്ടും രാകേഷിനെ അല്ല ഇവിടെ ഡെബിറ്റ് ചെയ്ത് വെച്ചിരുന്നത്, കിട്ടാനുണ്ടെന്നുണ്ട്. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് തന്നെ ബാങ്ക്. അപ്പോൾ രാകേഷിൻ്റെ ചെക്ക് ബാങ്ക് കൊണ്ടുവരുമ്പോൾ ബാങ്ക് ഡെബിറ്റ് ചെയ്യണം, ബാങ്ക് ഇൻക്രീസ് ആയി. അപ്പോൾ ഈ രാകേഷിൻ്റെ കേസ് മാത്രം ഒന്ന് നോക്കിക്കേ. ആദ്യം സോൾഡ് ഗുഡ്സ് ടു രാകേഷ് അഗൻസ്റ്റ് ചെക്ക്. അപ്പോൾ നമ്മൾ രാകേഷിന് ഗുഡ്സ് വിറ്റു, പക്ഷേ നമ്മൾ ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ എഴുതി വെച്ചു, ചെക്ക് ഇൻ ഹാൻഡിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചു ടു സെയിൽസ്. നോർമലി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക് ടു സെയിൽസ് ആണ് വരേണ്ടത്, പക്ഷേ ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ഹാൻഡ് ടു സെയിൽസ് എഴുതി. പക്ഷേ രാകേഷ് എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ 18th ചെക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് ഇൻ ഹാൻഡിനെ ഡെബിറ്റ് ചെയ്ത് വെച്ച് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് ഇൻക്രീസ് ആവുക, നമ്മുടെ ചെക്ക് ബാങ്കിലേക്ക് പോകുമ്പോൾ ബാങ്ക് ഇൻക്രീസ് ആയി. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ചെക്ക് ഇൻ ഹാൻഡ്. ഓക്കെ, എന്നിട്ട് വീണ്ടും പക്ഷേ ഈ രാകേഷിൻ്റെ ചെക്ക് അങ്ങ് ഡിസോണറായി, അത് ഹോണർ ആയില്ല. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ വീണ്ടും ബാങ്ക് റെഡ്യൂസ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിൽ രാകേഷിൻ്റെ പൈസ വരുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു കൂട്ടി കാണിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യിക്കണം, അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ രാകേഷ് അക്കൗണ്ട് ക്രെഡിറ്റ്, ഈ പൈസ നമുക്ക് രാകേഷിനെ ഇത് കിട്ടേണ്ടതാണ്. അപ്പോൾ രാകേഷിനെ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി വീണ്ടും രാകേഷിൻ്റെ ചെക്ക് ഡിസോണർ ആയതുകൊണ്ട് രാകേഷ് വീണ്ടും ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് കൊണ്ടു തന്നു, അത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് ടു രാകേഷ്. 15th മുതലുള്ള ട്രാൻസാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ എങ്ങനെയാണ് സെയിം ഡേയിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബാങ്ക് ഒരു അസറ്റാണ്, ക്യാഷും ഒരു അസറ്റാണ്. ബാങ്കും ക്യാഷും ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ആൻഡ് ബാങ്കും ക്യാഷും ഡിക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷനെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു ഞാൻ. അവിടെ ചെക്ക് ഇൻ ഹാൻഡ് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു, ചെക്ക് ഡിസോണർ ആയാലുള്ള എൻട്രി പറഞ്ഞു. ചെക്ക് ഡിസോണർ ആകുമ്പോൾ വീണ്ടും പാർട്ടിയുടെ പേര് വരും, പാർട്ടി ടു ബാങ്ക് വരും, ബാങ്കിനെ റെഡ്യൂസ് ചെയ്യണം. ചെക്ക് ഡിസോണർ ആകുമ്പോൾ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കിങ് എൻട്രീസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഞാൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് എൻട്രിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, എല്ലാവർക്കും പ്രയോജനം ആണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.